Good evening. Welcome back to Viranda Ray's Malayalam YouTube channel. ഇന്ന് നമ്മുടെ vocabulary session day 5 ആണ്. ഇന്നത്തെ ഫോക്കസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനാണ്. ഓക്കെ, അപ്പോൾ 2023-ലോ 22-ലോ ഒക്കെ ആയി നടന്നിട്ടുള്ള എക്സാംസിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ vocabulary സെഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ആദ്യത്തെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടിനുള്ളത് തന്നിട്ടുള്ളത് എന്താണെന്നാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ എടുത്തിട്ടുള്ളത്. എ പീസ് ഓഫ് എ ലിവിങ് ടിഷ്യൂ ഓർ പ്ലാന്റ് ദാറ്റ് ഈസ് ട്രാൻസ്പ്ലാന്റഡ് സർജിക്കലി. അതിനെ നിങ്ങൾ ഒറ്റ വാക്കിൽ എന്ത് പറയും എന്നുള്ളതിനുള്ള ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ നാർസിസിസ്റ്റ്, സെക്കൻഡ് ഗ്രാഫ്റ്റ്, തേർഡ് എബ്രിഡ്ജ്മെൻറ്റ്, ഫോർത്ത് ഫ്ലോറ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഒരു ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അതിനെ സർജിക്കലായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അതിനെ എന്താണ് പറയുക ഒരൊറ്റ വാക്കിൽ? അപ്പോൾ ഇതിലെ ഓരോ ഓപ്ഷൻസും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നാർസിസിസ്റ്റ് എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്തി വയ്ക്കാം. ഇവിടെ നാർസിസിസം മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അതൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. ഗ്രാഫ്റ്റ് എന്താണെന്നുള്ളത് പരിചയമുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം. എബ്രിഡ്ജ്മെൻറ്റ് എന്താണെന്നുള്ളത് ഇനിയൊരു ക്വസ്റ്റ്യനകത്ത് വരുന്നുണ്ട്, നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആ ഓപ്ഷനാണോ ഇവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഫ്ലോറ എന്നുള്ളത് നമ്മളിവിടെ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മൈൻഡിൽ റിക്കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഏതാണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനകത്ത് കുറച്ച് സെക്കൻഡ്സേ ആയിട്ടുള്ളൂ ക്വസ്റ്റ്യൻ കണ്ടിട്ട് അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതാണ്? സെക്കൻഡ് ഓപ്ഷനിലുള്ള ഗ്രാഫ്റ്റ് എന്നുള്ള വേർഡാണ് അല്ലേ. അതായത് ഇപ്പം ഒരു ശരീരഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് ലിവിങ് ടിഷ്യൂ അല്ലെങ്കിൽ പ്ലാന്റ് അതിനെ നമ്മൾ സർജിക്കലായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ചെയ്യുന്നത് അതിനെയാണ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫ്റ്റ് എന്നുള്ള വേർഡിനെ ഞാനിവിടെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. ദ ഡോക്ടർ വിൽ പെർഫോം എ ഗ്രാഫ്റ്റ് ടു റിപ്പയർ ദ ഡാമേജ്ഡ് ടിഷ്യൂ. അതായത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ഡാമേജ്ഡ് ടിഷ്യൂ റിപ്പയർ ചെയ്തിട്ട് അവിടെ മറ്റൊന്ന് വെച്ച് പിടിപ്പിക്കുക എന്ന രീതിയിലാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡാമേജ് ആയ ഒരു ടിഷ്യൂവിനെ പുതിയൊരു ടിഷ്യൂ വെച്ച് അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രാഫ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഗ്രാഫ്റ്റ് ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്കത് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. അല്ല, നിങ്ങളെ സംബന്ധിച്ചത് പുതിയതാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സെക്കൻഡ് വൺ, ഫീലിംഗ് ഓർ ഷോയിങ് എക്സ്ട്രീം ടയേർഡ്നെസ്. അതിന് നമുക്ക് ഒറ്റ വാക്കിൽ എന്ത് പറയാം? ഫസ്റ്റ് ഓപ്ഷൻ വിയറി, സെക്കൻഡ് ഷോൾ, തേർഡ് നൊസ്റ്റാൾജിയ, ഫോർ എക്സ്റ്റംപോറി. എക്സ്റ്റംപോറി എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നത് ഓർത്തെടുക്കാൻ നോക്കുക. നൊസ്റ്റാൾജിയ നിങ്ങളെ സംബന്ധിച്ച് ഫെമിലിയർ ആണ്. ഷോൾ ഫെമിലിയർ ആവണമെന്നില്ല, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. വിയറി എന്നുള്ള വേർഡ് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. കാര്യം വിയറി എന്നുള്ള വേർഡ് നമ്മളിവിടെ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്ന ആ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടിനുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്താണ്? ഫീലിംഗ് ഓർ ഷോയിങ് എക്സ്ട്രീം ടയേർഡ്നെസ്. എക്സ്ട്രീംലി ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക. അതിനിപ്പോൾ ഉള്ളൊരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണും. ഏതായിരുന്നു? ഓപ്ഷൻ നമ്പർ 1-ലുള്ള വിയറി എന്നതാണെന്നാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനെ ഒരു സെൻറ്റൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഷി വാസ് വിയറി ഫ്രം ഇയേഴ്സ് ഓഫ് ഹൗസ് വർക്ക്. വർഷങ്ങളായി വീട്ടുജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീലിംഗ് ഓർ ഷോയിങ് എക്സ്ട്രീം ടയേർഡ്നെസ്.
അതാണ് അവിടെ വിയർ എന്നുള്ള വേർഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നിങ്ങൾക്ക് ഓപ്ഷൻസുമായിട്ട് കണക്ട് ചെയ്ത് ഏതാണ് കറക്റ്റ് വൺ എന്ന് ചൂസ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ റിക്കളക്ട് ചെയ്യാൻ വേണ്ടി അതിനെ നിങ്ങളുടേതായ സെൻറ്റൻസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് ഓരോ സെൻറ്റൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, you can use them in your own sentences so that it will be easy for you to refresh them later. Okay, third one, giving the worrying impression that something bad is going to happen. എന്തോ മോശമായത് സംഭവിക്കാൻ പോകുന്നു ആ രീതിയിലുള്ള ഒരു വറിയിങ് ഇംപ്രഷൻ തരുന്നത്, അല്ലെങ്കിൽ ഒരു നമുക്ക് ഡിസ്റ്റർബിംഗ് ആയ ഒരു ഇംപ്രഷൻ തരുന്നത്, അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് പറയും? അതിലെ ഓപ്ഷൻ നമ്പർ 1 നെഗോഷിയേറ്റർ, 2 ഫാസ്റ്റിഡിയസ്, 3 ക്ലാമർ, 4 ഒമിനസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നെഗോഷിയേറ്റർ എന്നുള്ള വേർഡ് പരിചയമുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഫാസ്റ്റിഡിയസ് എന്നുള്ള വേർഡ് അൺഫെമിലിയർ ആയിരിക്കും, അപ്പം ആ വേർഡും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. തേർഡ് ക്ലാമർ. ക്ലാമർ എന്നുള്ള വേർഡും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് റിഫ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ മീനിങ് കണക്ട് ചെയ്യാൻ ആലോചിക്കാം. ഫോർത്ത് ഓപ്ഷൻ ഒമിനസ്. ഈ ഒമിനസ് എന്നുള്ള വേർഡുമായി ബന്ധപ്പെടുത്തി ഞാനൊരു വേർഡ് ഇവിടെ കാണിക്കാം. ഒമെൻ, ഇൽ ഒമെൻ, ബാഡ് ഒമെൻ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളൊരു മോശമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ നമുക്ക് അനിഷ്ടമായ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെടുത്തിയൊക്കെ പറയുമ്പോൾ ഒരു ദുർലക്ഷണം അല്ലെങ്കിൽ മോശമായ ഒരു ലക്ഷണം എന്ന രീതി പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, അതായത് ഗിവിങ് ദ വറിയിങ് ഇംപ്രഷൻ ദാറ്റ് സംതിങ് ബാഡ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നതിൻ്റെ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏതാണ് എടുക്കാൻ പറ്റുക? ഒമിനസ് എന്നതല്ലേ? നിങ്ങളതിൻ്റെ ഓപ്ഷൻ ഒരെണ്ണം കണ്ടെത്തി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്രയും സമയത്തിനകത്ത് ഒമിനസ് റിലേറ്റഡ് ടു ഒമെൻ. ഓക്കെ, എന്തോ മോശമായ ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള നമ്മുടെ ആ ഒരു മനസ്സിനുണ്ടാവുന്ന ചില ലക്ഷണങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഇംപ്രഷൻ, ആ ഒരു വറിയിങ് ഇംപ്രഷനെയാണ് അവിടെ ഒമിനസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒമിനസ് എന്നുള്ളതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൻ്റെ ഒരു കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഒമിനസ് എന്നത് എങ്ങനെ എടുക്കാം എന്നതാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത്. അത് ക്ലിയർ ആയി കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, ഇതിൽ മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. മറ്റ് ഓപ്ഷൻസ് ഞാൻ ഡിസ്കസ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ ആ വേർഡ്സ് ഈ സെഷനിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്നുണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇവിടെ ഒമിനസ് എന്നുള്ളതിനെ ഞാനൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഹി സ്പോക്ക് ഇൻ ഒമിനസ് ടോൺസ്. അവിടെ ഒമിനസ് ടോൺസ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾ സംസാരിച്ചപ്പോൾ എന്തോ മോശമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു ലക്ഷണം അല്ലെങ്കിൽ സൂചന ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് ഒമിനസ് ടോൺ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ പേഴ്സൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്, അതാണ് അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടിനുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഓപ്ഷൻ 1 നാർസിസിസ്റ്റ്, 2 ഫേം, 3 ട്രേറ്റർ, 4 ആന്ത്രോപോളജിസ്റ്റ്. ഇതിൽ ആന്ത്രോപോളജിസ്റ്റ് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ട്രേറ്റർ എന്നുള്ള വേർഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രേറ്ററെ നിങ്ങളൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ നോക്കുക. ഫേം നിങ്ങൾക്ക് പരിചയമുള്ള വേർഡാണ്. നാർസിസിസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും സമയത്തിനകത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്. എന്താണ് നാർസിസിസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എ പേഴ്സൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ് എന്ന് വെച്ചാൽ അവനവനോട് വല്ലാത്തൊരു തരം ഇഷ്ടമുള്ള, അത്രയും സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്വഭാവം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും സംസാരിച്ച സമയത്തിനകത്ത് ഇതിൻ്റെ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഏതാണ്?
നാർസിസിസ്റ്റ് അല്ലേ? നാർസിസിസ്റ്റിനെയാണ് നമ്മൾ ഈ സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നയാൾ, അല്ലെങ്കിൽ അവനവനോട് വല്ലാത്ത ഒരു തരം ഇഷ്ടമുള്ള സെൽഫ് ലവ് കൂടുതലായിട്ടുള്ള ഒരാളിനെയാണ് നാർസിസിസ്റ്റ് എന്നുള്ളതുകൊണ്ട് നമുക്ക് പറയാവുന്നത്. ഇവിടെ ഞാൻ ഒരു സെൻറ്റൻസിൽ നാർസിസിസ്റ്റിനെ ഉപയോഗിച്ചിട്ടുണ്ട്. വിത്ത് ദ പോപ്പുലാരിറ്റി ഓഫ് സോഷ്യൽ മീഡിയ, അറ്റൻഷൻ ക്രേവിംഗ് നാർസിസിസ്റ്റ് ഹാവ് എ പബ്ലിക് പ്ലാറ്റ്ഫോം ഫോർ ദെയർ സെൽഫ് ഇൻഫാച്വേഷൻ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും അവനവൻ്റെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവനവൻ എന്താണോ എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നുന്നത് അത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന എല്ലാവരുമല്ല, ചിലരുടെയെങ്കിലും ഇൻറ്റൻഷൻ കുറച്ച് നാർസിസിസ്റ്റിക് ആണെന്ന് പറയാറുണ്ട്. എന്താണ് ആ ഒരു നാർസിസിസ്റ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദേ ആർ അറ്റൻഷൻ ക്രേവിങ്. അവരുടെ സെൽഫ് ഇമ്പോർട്ടൻസ് കൊണ്ട് അവർ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഈ അറ്റൻഷൻ ക്രേവിങ് നാർസിസിസ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയുമായിട്ട് കണക്ട് ചെയ്ത് അവയെ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ നാർസിസിസ്റ്റ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും ചുരുക്കി എന്ത് പറയാം? എ പേഴ്സൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്. അടുത്തത് അഞ്ചാമത്തേതായി കാണാവുന്നത് എ ഷോർട്ടൻഡ് വേർഷൻ ഓഫ് എ ലാർജർ വർക്ക്. അതാണ്, അതായത് ഒരു വലിയ വർക്ക്, ഒരു ഡിക്ഷണറി ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലിറ്റററി വർക്ക് ആവാം, അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ന രീതിയിൽ നമ്മൾ അതിനെ എടുക്കുകയാണെങ്കിൽ ലാർജായിട്ടുള്ള ഒന്നിൻ്റെ ഷോർട്ടൻ ചെയ്ത വേർഷൻ അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത വേർഷൻ എന്ന് വെച്ചാൽ അതിൽ അനാവശ്യമായിട്ടുള്ള വേർഡ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മാറ്റി അതിനെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ച് കണ്ടൻസ് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ടൻ ചെയ്യുക. ആ ഒരു വേർഷനെ നമ്മൾ ഒറ്റ വാക്കിൽ എന്ത് വിളിക്കും? ഓപ്ഷൻ നമ്പർ 1 ഫ്ലോറ, 2 അബ്രിഡ്ജ്മെൻറ്റ്, 3 സമ്മറി, 4 ഡിവിഷൻ. ഇതിലെ ഡിവിഷൻ, സമ്മറി ഇത് രണ്ടും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഫ്ലോറ എന്നുള്ളത് നമ്മൾ മുൻപ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുക. നേരത്തെ ഒരു ക്വസ്റ്റ്യനിലും അതേ ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളത് ഓൾറെഡി കണക്ട് ചെയ്ത് കാണും. അപ്പോൾ ഫ്ലോറ എന്നുള്ളതിനെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഏതാണ് കണക്ട് ചെയ്യാൻ പറ്റിയത്? ഓപ്ഷൻ നമ്പർ 2 അല്ലേ? ഏതാ? അബ്രിഡ്ജ്മെൻറ്റ്. അബ്രിഡ്ജ്ഡ് വെർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രിവിയേറ്റഡ് ആയിട്ടുള്ള, കണ്ടൻസ്ഡ് ആയിട്ടുള്ള, ഷോർട്ടൻ ചെയ്തിട്ടുള്ള ഒരു വെർഷനാണ്. അത് ഡിക്ഷണറി ആവാം, ലിറ്റററി വർക്ക്സ് ആവാം, മറ്റ് ബുക്സ് ആവാം. ഏതിനെ ആയാലും അബ്രിഡ്ജ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനെ ലാർജ് സൈസിൽ നിന്ന് കുറച്ച് ആവശ്യമുള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഷോർട്ടൻ ചെയ്യുക എന്നതാണ്. ഇനി അബ്രിഡ്ജ്ഡ് എന്നതിനെ, അബ്രിഡ്ജ്മെൻറ്റ് എന്നുള്ള നൗണിന് പകരം ഞാൻ അബ്രിഡ്ജ്ഡ് എന്ന് അവിടെ ഒരു അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് എൻ അബ്രിഡ്ജ്ഡ് ഡിക്ഷണറി. ഡിക്ഷണറിയെയും അങ്ങനെ അബ്രിഡ്ജ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ അബ്രിഡ്ജ്മെൻറ്റിലൂടെ വന്നൊരു ഡിക്ഷണറി ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു അബ്രിഡ്ജ്ഡ് വെർഷൻ അല്ലെങ്കിൽ അബ്രിഡ്ജ്ഡ് ഡിക്ഷണറി എന്ന് പറയാം. പ്ലാൻസ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ, അതായത് ഒരു റീജിയനിലെ ഒരു പ്രത്യേക ഏരിയയിലെ, മേഖലയിലെ ഒക്കെ പ്ലാൻസിനെ എന്ത് നമ്മൾ ഒറ്റ വാക്കിൽ പറയും? ഓപ്ഷൻ 1 കോൺസ്പിറസി, 2 കാർട്ടോഗ്രാഫി, 3 ഫ്ലോറ, 4 ഗാർഡൻ. ഇതിലെ ഫസ്റ്റ് 2 ഓപ്ഷൻസ് നിങ്ങൾക്ക് എത്രമാത്രം ഫെമിലിയർ ആണെന്നറിയില്ല. അതിൻ്റെ മീനിങ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണക്ട് ചെയ്യാൻ നോക്കാം. തേർഡ് ഓപ്ഷൻ ദാറ്റ് ഇസ് ഫ്ലോറ, അതിൻ്റെ മീനിങ് നിങ്ങൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് അതിനെ ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിപ്പോൾ മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഫ്ലോറ എന്നതാണ്. ഒരു പ്രത്യേക ഏരിയയിലെ അല്ലെങ്കിൽ ഒരു റീജിയനിലെ പ്ലാന്റ് ലൈഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോറ എന്ന് പറയുന്നത്. ദ ടോട്ടൽ പ്ലാന്റ് ലൈഫ് ഓഫ് എ റീജിയൻ. ഓക്കെ, ഇനി അനിമൽ ലൈഫിനെ നമ്മൾ എന്ത് പറയും? ദ അനിമൽ ലൈഫ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ ഓർ അൻ ഏരിയ ഇസ് കോൾഡ് ഫൗന, FAUNA.
നമ്മൾ ആ വേർഡും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറ ആൻഡ് ഫോന എന്ന് കണക്ട് ചെയ്ത് തന്നെ ഒരു കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷൻസ്, കോൺസ്പിറസി ആൻഡ് കാർട്ടോഗ്രാഫി. അതിൻ്റെ മീനിങ് നിങ്ങളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാവും. കണ്ടെത്തിയില്ലെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ അവയെ ആവശ്യമായി വരും. ഇനി ഫ്ലോറ എന്നുള്ള വേർഡിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ലുക്ക് അറ്റ് ദിസ് അമേസിങ് വെറൈറ്റി ഓഫ് കോസ്റ്റൽ ഫ്ലോറ. കോസ്റ്റൽ ഫ്ലോറ എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റൽ ഏരിയയിലെ പ്ലാന്റ് ലൈഫ്, അതാണ് കോസ്റ്റൽ ഫ്ലോറ. ഓക്കെ, ഇപ്പോൾ ഫ്ലോറ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ്സ് എന്നത് മാത്രമല്ല, ദ ടോട്ടൽ പ്ലാന്റ് ലൈഫ്, അതിനെയാണ് നമ്മൾ ഫ്ലോറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. ഇത് നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ നമ്പർ 1 ഇലൊക്യൂഷൻ, 2 റിസിറ്റേഷൻ, 3 ചാൻറ്റിങ്, 4 എക്സ്റ്റംപോറി. ഇതിൽ ഫസ്റ്റ് ഓപ്ഷനിലുള്ള ഇലൊക്യൂഷൻ എന്നുള്ള വേർഡ് അത് ഒറേറ്ററിയാണ്, ദ ആർട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. നമ്മൾ പൊതുജന മധ്യത്തിൽ പ്രസംഗിക്കുക, ഒറേറ്റർ ചെയ്യുന്നത് ഒറേറ്ററി, അതിനെ തന്നെ നമുക്ക് ഇലൊക്യൂഷൻ എന്ന് മറ്റൊരു ടേമിൽ പറയാം. ഓക്കെ, ഇനി റിസിറ്റേഷൻ എന്നുള്ളത് നമ്മൾ സ്കൂളുകളിലും ഒക്കെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യാറുള്ളതാണ്. പദ്യപാരായണം, റിസിറ്റേഷൻ. റിസിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഉറക്കെ വായിക്കുകയാണ്, എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾക്ക് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ റിപ്പീറ്റഡായി ഒക്കെ വായിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് റിസിറ്റേഷൻ എന്ന് പറയാം. ഇനി ചാൻറ്റിങ്. ചാൻറ്റിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ തന്നെ ഉറക്കെ വായിക്കലാണ്, പക്ഷെ അത് കുറച്ചുകൂടി മെലോഡിക്കായിട്ട് ഒരു മ്യൂസിക്കൽ ലെവലിൽ, മ്യൂസിക്കൽ എന്ന് പറയുമ്പോൾ കമ്പോസ് ചെയ്ത് ചെയ്യുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു മെലോഡിക് ടോണിൽ നമ്മൾ ഉറക്കെ റിപ്പീറ്റഡായി വായിക്കുകയാണെങ്കിൽ ദാറ്റ് ബിക്കംസ് ചാൻറ്റിങ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ ഇപ്പം മന്ത്രം ചൊല്ലുന്നു അല്ലെങ്കിൽ ജപിക്കുന്നു, അതൊക്കെ ഈ ചാൻറ്റിങ് എന്നുള്ള ഒരു ലെവലിലാണ് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇനി ഈ 3 വേർഡ്സും ഞാൻ പറഞ്ഞതിൽ നിന്ന് ഇതിനോടകം തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കും? ഓപ്ഷൻ കണ്ടെത്തിയിരിക്കും. നമുക്ക് തന്നിരിക്കുന്നത് എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സ്പീച്ച് എന്നായിരുന്നു എന്നെങ്കിൽ നമുക്കതിനെ എക്സ്റ്റംപോറി എന്നതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റംപോറി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഒരു ഒക്കേഷനിൽ പ്രത്യേകിച്ച് പ്ലാനോ പ്രിപ്പറേഷനോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ആ ഒരു സ്പീച്ച്, ദാറ്റ് ഈസ് എക്സ്റ്റംപോറി. ഓക്കെ, ഇനി എക്സ്റ്റംപോറി എന്നതിനെ ഒരു സെൻറ്റൻസിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. ഷീ അപ്പോളജൈസ്ഡ് ഫോർ ഹെർ എക്സ്റ്റംപോറി റിമാർക്സ് ദാറ്റ് ഇൻസൾട്ടഡ് അതേഴ്സ്. അപ്പോൾ ഇവിടെ ഒരാൾ അപ്പോളജൈസ് ചെയ്തു അവരുടെ എക്സ്റ്റംപോറി റിമാർക്സിന്. എക്സ്റ്റംപോറി റിമാർക്സ് എന്നതുകൊണ്ട് അവിടെ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാതെ തയ്യാറെടുക്കാതെ നമ്മൾ നടത്തുന്ന ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ, അങ്ങനെ ചെയ്യുന്നതിനെയും എക്സ്റ്റംപോറി റിമാർക്സ് എന്നതുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് കാണാം. one who mediates in a deal or complex situation. ഇപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഡീൽ നടക്കുമ്പോൾ, ബിസിനസ് ഡീൽ പോലെയുള്ളതാവാം, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ, അതിൽ മീഡിയേറ്റ് ചെയ്യുന്ന ഒരാളിനെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഓപ്ഷൻ നെഗോഷിയേറ്റർ, സെക്കൻഡ് ഇൻവിജിലേറ്റർ, തേർഡ് അഡ്മയറർ, 4 അഡ്മിനിസ്ട്രേറ്റർ. ഇതിൽ ഫോർത്ത് ഓപ്ഷൻ അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് പരിചയമുള്ള വേർഡാണ്. ഭരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അഡ്മിനിസ്ട്രേറ്ററെ പറയാം. അഡ്മയറർ എന്ന് പറയുമ്പോൾ അഡ്മിറേഷൻ കാണിക്കുന്ന, റെസ്പെക്റ്റ് കാണിക്കുന്ന, എന്തിനോടെങ്കിലും ഒരു റെസ്പെക്റ്റ് എന്ന രീതിയിൽ ആ ഒരു അഫെക്ഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ആളിനെ
അഡ്മയറർ എന്ന് പറയാം. ഇൻവിജിലേറ്റർ ആരാണ്? അത് നിങ്ങൾക്കറിയാവുന്നതാണ്. ഇപ്പോൾ എക്സാമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാമിലുള്ള സ്റ്റുഡൻസിനെ സൂപ്പർവൈസ് ചെയ്യുന്ന, കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്ന, ആ ഒരു നോട്ടിങ് അല്ലെങ്കിൽ മോണിറ്ററിങ് ഓർ സൂപ്പർവൈസിങ് അത് കൺട്രോൾ ചെയ്ത് പോകുന്ന ഒരാൾ, ആ ആളാണ് ഇൻവിജിലേറ്റർ. എക്സാമിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളത് പറയാറുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ഏതാ? നെഗോഷിയേറ്റർ എന്നതല്ലേ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡീൽ, ബിസിനസ് ഡീൽ ഓർ സം അതർ ഡീൽസ്, അവയിൽ ഒരു മീഡിയേറ്ററായി നിൽക്കുന്നയാൾ, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അത് ഡീൽ ചെയ്യാൻ വേണ്ടി ഒരു ഇടനിലക്കാരനായി നിൽക്കുന്നയാൾ, ആ ആളിനെ നമുക്ക് നെഗോഷിയേറ്റർ എന്ന് പറയാം. നെഗോഷിയേറ്റ് ചെയ്യുന്ന ആളാണ് നെഗോഷിയേറ്റർ. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഡീൽസ്, അല്ലെങ്കിൽ കോംപ്ലക്സ് സിറ്റുവേഷൻസ്, എക്സെട്ര. ഓക്കെ, ഇനി നെഗോഷിയേറ്ററെ ഞാൻ, നെഗോഷിയേഷൻ ആ ഒരു വേർഡിനെ ഞാൻ വേർബായിട്ടാണ് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹി നെഗോഷിയേറ്റഡ് ഹിസ് ബിസിനസ് ഡീൽസ് വിത്ത് റിമാർക്കബിൾ സ്കിൽ. അയാളുടെ ബിസിനസ് ഡീൽസ് റിമാർക്കബിൾ സ്കില്ലോടുകൂടി നെഗോഷിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ല രീതിയിൽ മെഡിയേറ്റ് ചെയ്തു. ആ ഒരു മീഡിയേറ്ററുടെ റോളിനെയാണ് അവിടെ നെഗോഷിയേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എ ലൗഡ് അപ്പീൽ ഓർ ഡിമാൻഡ്, അത് എന്താണ് പറയാൻ പറ്റുക ഒറ്റ വാക്കിൽ? ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റൗട്ട്, സെക്കൻഡ് ക്ലാമർ, തേർഡ് സബോർഡിനേറ്റ്, ഫോർത്ത് കൺഗ്രാറ്റ്സ്. ഫോർത്ത് ഓപ്ഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, തേർഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. നമ്മൾ ആരെയാണ് സബോർഡിനേറ്റ് എന്ന് പറയുക എന്നുള്ളത്. സെക്കൻഡ് ഓപ്ഷൻ അത്രത്തോളം ഫെമിലിയർ ആവണമെന്നില്ല, ക്ലാമർ. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റൗട്ട്. സ്റ്റൗട്ട് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? അതും ഒന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫിസിക്കലി ആൻഡ് മെൻ്റലി സ്ട്രോങ്, ഫാറ്റ് ആയിട്ടുള്ള ബോഡി, ഫാറ്റി ബോഡി. ഓക്കെ, ബ്രേവ്, ബോൾഡ്, ആ അർത്ഥങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് സ്റ്റൗട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫിസിക്കൽ സ്ട്രെങ്ത്തും പറയാം, മെൻ്റൽ സ്ട്രെങ്ത്തും പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ക്ലാമർ എന്നുള്ള വേർഡ് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. ക്ലാമർ മീൻസ് എന്തായിരുന്നു? നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? യെസ്, ക്ലാമർ ആണ് എ ലൗഡ് അപ്പീൽ ഓർ ഡിമാൻഡ് എന്ന് വെച്ചാൽ ശബ്ദത്തിനെ കണക്ട് ചെയ്ത് പറയുമ്പോൾ ലൗഡ് നോയ്സ്. ഇപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ ശബ്ദം കൊണ്ട് ഉറക്കെ അവതരിപ്പിക്കുന്ന, മറ്റുള്ളവർ കേൾക്കെ പറയുന്ന ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ അപ്പീൽ. അപ്പീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരാളെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ടോണിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അംഗീകരിക്കുന്ന രീതിയിൽ, അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ലൗഡ് അപ്പീൽ എന്ന് പറയുമ്പോൾ അത് ഉറക്കെ ചെയ്യുന്നതാണ്, മറ്റുള്ളവർ കേൾക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, ഒരു ലൗഡ് നോയ്സിൽ ചെയ്യുന്നതാണ്. എ ക്ലാമർ ഔട്ട്സൈഡ് വോക്ക് ദം ഇൻ ദ നൈറ്റ്. ഇപ്പം ഇവിടെ ക്ലാമർ എന്നുള്ളത് കൊണ്ട് ലൗഡ് നോയ്സ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് രാത്രി അവരെ പുറത്തുള്ള ഒരു വളരെ ഉറക്കെയുള്ള ശബ്ദമാണ് ഉണർത്തിയതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ക്ലാമർ എന്നുള്ളത് കൊണ്ട് ലൗഡ് നോയ്സ് എന്നോ, അല്ലെങ്കിൽ ലൗഡ് ആയ ഒരു ഡിമാൻഡ് എന്നോ, അല്ലെങ്കിൽ ലൗഡ് ആയ ഒരു അപ്പീൽ എന്നോ പറയാം. സെക്കൻഡ് സെൻറ്റൻസ് നോക്കിയേ. ദർ ഈസ് എ പബ്ലിക് ക്ലാമർ ഫോർ ആൻ അറസ്റ്റ് ഇൻ ദ കേസ്. അവിടെ പബ്ലിക് ക്ലാമർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ലൗഡ് ഡിമാൻഡ് എന്നതാണ്. ലൗഡ് ഇൻ ദ സെൻസ് ഉറക്കെ കേൾക്കുന്നത്. ഓക്കെ, അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടിനുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. എ ലാർജ് നമ്പർ ഓഫ് ഫിഷ് സ്വിമ്മിങ് ടുഗെദർ. അതിനെ ഒറ്റ വാക്കിൽ എന്ത് പറയാം? ഓപ്ഷൻ 1 ഫ്ലോക്ക്, 2 ഡിനോമ, 3 ഷോൾ, 4 ജുറിസ്ഡിക്ഷൻ. ജുറിസ്ഡിക്ഷൻ എന്നത് എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും.
ഷോൾ എന്നത് ഫെമിലിയർ ആവണമെന്നില്ല, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം. ഡിനോമ ഒട്ടും തന്നെ ഫെമിലിയർ ആവില്ല. ഓക്കെ. ഫ്ലാക്ക്, ഫ്ലാക്ക് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. ഫ്ലാക്ക് ഓഫ് ഷീപ്പ്, അതായത് ആട്ടിൻപറ്റം അല്ലെങ്കിൽ ആട്ടിൻകൂട്ടം അല്ലെങ്കിൽ ചില പക്ഷികളുടെയൊക്കെ കൂട്ടം. അപ്പോൾ അവിടെ അനിമൽസിൻ്റെ കൂട്ടമാണെങ്കിലും പക്ഷികളുടെ കൂട്ടമാണെങ്കിലും അവ മേയാൻ പോകുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതോ ആയിട്ടുള്ള ഒരു കൂട്ടത്തെ നമുക്ക് ഫ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കാം. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് റിഫ്രഷ്ഡ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലെ കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എത്താൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ഏതാ? ഷോൾ. ഷോൾ മീൻസ് എ ലാർജ് നമ്പർ ഓഫ് ഫിഷ് സ്വിമ്മിങ് ടുഗെദർ. അതായത് ഒരുമിച്ച് സ്വിം ചെയ്യുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് ഫിഷ്, അതിനെ നമുക്ക് ഷോൾ എന്ന് പറയാം. ഈ ഷോൾ എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, ഷാലോ. ഷാലോ മീൻസ് നോട്ട് ഡീപ്പ്, ജസ്റ്റ് സൂപ്പർഫിഷ്യൽ. അതാണ് ഷാലോ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷാലോ എന്ന അർത്ഥത്തിൽ കൂടി ഈ വേർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ മറ്റൊരു സെൻറ്റൻസിൽ അതിനെ ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. നോക്കിക്കേ, ദിസ് പാർട്ട് ഓഫ് ദ റിവർ സീംസ് ടു ബി ഷോൾ എന്ന് വെച്ചാൽ റിവറിൻ്റെ ഈ ഭാഗം ഷാലോ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ക്ലിയർ? അപ്പോൾ ഷോൾ എന്നുള്ള വേർഡിന് ഷാലോ എന്നുള്ള മീനിങ് കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി ഇതിനകത്ത് ഡിനോമ എന്നുള്ളൊരു ടേം ഉണ്ട് അല്ലേ? ഇൻ ദ ഫിലിംസ് ഡിനോമ ദ ടു ലവേഴ്സ് കിൽ ദംസെൽസ്. ഇവിടെ ഡിനോമ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിലിമിൻ്റെ കോംപ്ലക്സ് സിറ്റുവേഷൻ, ഫിലിം മാത്രമല്ല ഡ്രാമയാവാം അല്ലെങ്കിൽ നോവൽ ആകാം, ഏതൊരു ലിറ്റററി വർക്കുമാകാം, അതിൻ്റെ കോംപ്ലക്സ് സിറ്റുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ ക്ലൈമാക്സ് എന്ന രീതിയിൽ പറയുമ്പോൾ അത് ഡ്രാമ അല്ലെങ്കിൽ ഫിലിം ഇത് രണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ ഡിനോമ എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിലിമോ ഡ്രാമയോ ഒക്കെ ആണെങ്കിൽ അതിലൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ കഴിയുമ്പോൾ ഒരു എൻഡ് ഉണ്ടാവും, ഒരു ക്ലൈമാക്സ് ഉണ്ടാവും. ആ ഒരു കണ്ടീഷനെ, ആ ഒരു അവസ്ഥയെയാണ് ഡിനോമ എന്ന് പറയുന്നത്. സെൻറ്റൻസ് ഒന്ന് നോക്കിക്കേ. ഇൻ ദ ഫിലിംസ് ഡിനോമ ദ ടു ലവേഴ്സ് കിൽ ദംസെൽസ്. ഫിലിമിൻ്റെ ആ ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ അല്ലെങ്കിൽ റൈസിങ് ആക്ഷൻ കഴിയുമ്പോൾ രണ്ട് ലവേഴ്സ് എന്ത് ചെയ്യുന്നു? പരസ്പരം കൊല്ലുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഡിനോമ. മീൻസ് ആ കോംപ്ലക്സിറ്റി ഓഫ് സിറ്റുവേഷൻ കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു അവസാനം എന്ന രീതിയിലാണ് ഡിനോമ എന്ന് യൂസ് ചെയ്യുന്നത്. ഐ സോ എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ക്രോസിംഗ് ദ റോഡ്. ഇവിടെ ഫ്ലോക്ക് എന്നതിനെ ഞാനൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുകയാണ്. ഒരു കൂട്ടം ആട്ടിൻപറ്റം അവ റോഡ് ക്രോസ് ചെയ്യുന്നു, ആ രീതിയിലാണ്. അടുത്തത്, ദ മാറ്റർ ഫാൾസ് ഔട്ട്സൈഡ് ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ദിസ് കോർട്ട്. ജുറിസ്ഡിക്ഷൻ എന്നുള്ള വേർഡിനെയാണ് ഞാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജുറിസ്ഡിക്ഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതോറിറ്റി. ഇപ്പം ഒരു കോർട്ടിനാണെങ്കിലും അല്ലെങ്കിൽ അതോറിറ്റേറ്റീവ് പവറുള്ള ഏതൊരു ബോഡിക്കാണെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയൻ അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ ഇത്ര ഭാഗത്ത് അവയുടെ കൺട്രോളുണ്ട് അല്ലെങ്കിൽ അതോറിറ്റി ഉണ്ട് എന്നുണ്ടാവും. എത്ര ഭാഗത്ത് കൺട്രോൾ ഉണ്ട് അല്ലെങ്കിൽ അതോറിറ്റി എക്സസൈസ് ചെയ്യാൻ പറ്റും, ആ ഭാഗത്തെ നമുക്ക് ജുറിസ്ഡിക്ഷൻ എന്ന് പറയാം. അതൊരു പരിധി എന്ന രീതിയിലാണ് പറയുന്നത്. ഇനി അങ്ങനെയല്ലാതെ അതോറിറ്റേറ്റീവ് പവറുള്ള അല്ലെങ്കിൽ ഗവേണിംഗ് ഓർ കൺട്രോളിംഗ് പവറുള്ള ഒരു ബോഡിയെ ആണെങ്കിലും ജുറിസ്ഡിക്ഷൻ എന്ന് പറയാം. അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഒരു മാറ്റർ അത് ഈ കോർട്ടിൻ്റെ ജുറിസ്ഡിക്ഷന്, അതായത് അധികാര പരിധിക്ക്, അതോറിറ്റേറ്റീവ് ലിമിറ്റിന് പുറത്താണ് എന്നാണ് ഉദ്ദേശിച്ചത്. എ സെൻറ്റിമെൻ്റൽ മെമ്മറി ഓഫ് ദ പാസ്റ്റ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് വൺ റിക്കലക്ഷൻ, സെക്കൻഡ് സബ്കോൺഷ്യസ്, തേർഡ് സെഡേഷൻ, ഫോർ നൊസ്റ്റാൾജിയ. ഫസ്റ്റ് ഓപ്ഷൻ റിക്കലക്ഷൻ ആണ്. റിക്കലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മെമ്മറീസിനെ, റിമിനിസെൻസസ്, ഓർമ്മകളിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു?
മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നു. അപ്പോൾ റിക്കളക്റ്റിംഗ് ദ പാസ്റ്റ് എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ സംഭവിച്ച കാര്യങ്ങൾ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഫീലിങ്സ്, ഇവയൊക്കെ നമ്മൾ മനസ്സിലേക്ക് വീണ്ടും എടുത്തുകൊണ്ട് വരുന്നതാണ് റിക്കളക്ഷൻ. ഓക്കെ, ഇനി സബ് കോൺഷ്യസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സെഡേഷനും നിങ്ങൾക്കറിയാവുന്നതാണ്. ഇനി ഫോർത്ത് ഓപ്ഷൻ നൊസ്റ്റാൾജിയ. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എ സെൻറ്റിമെൻ്റൽ മെമ്മറി ഓഫ് ദ പാസ്റ്റ്. ജസ്റ്റ് മെമ്മറി എന്നല്ല പറഞ്ഞിട്ടുള്ളത്, സെൻറ്റിമെൻ്റൽ മെമ്മറിയാണ്. നമ്മൾ സെൻറ്റിമെൻ്റലായിട്ട് പാസ്റ്റിനെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ അതെന്താണ്? ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും, നൊസ്റ്റാൾജിയ എന്നതാണ്, അല്ലേ? അപ്പോൾ ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കൂടി വന്നു, നൊസ്റ്റാൾജിയ. The author's nostalgia is reflected in the poem. ഇവിടെ പല എഴുത്തുകാരിലും കാണുന്ന ഒരു ക്വാളിറ്റിയാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. അവരവരുടെ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസസ് അതിനെക്കുറിച്ചൊക്കെ നൊസ്റ്റാൾജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നവരായിരിക്കും. ആ നൊസ്റ്റാൾജിയ അവരുടെ റൈറ്റിങ്സിലും റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് സെൻറ്റൻസിൽ ദ ഓഥേഴ്സ് നൊസ്റ്റാൾജിയ ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ പോം എന്ന് എക്സ്പ്രസ് ചെയ്തത്. എ പേഴ്സൺ ഹു ഗീവ്സ് ഹെൽപ്പ് ആൻഡ് സിമ്പതി ടു പീപ്പിൾ ഹു നീഡ് ഇറ്റ്. അങ്ങനെ ഒരാളെ എന്ത് പറയും? ഫസ്റ്റ് വൺ സ്മെറിതൻ, 2 മീഡിയേറ്റർ, 3 പ്രോസിക്യൂട്ടർ, 4 കോപ്പ്. കോപ്പ് നിങ്ങൾക്ക് ഫെമിലിയർ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോലീസ് ഓഫീസർ എന്നുള്ള അർത്ഥത്തിലാണ് ആ വേർഡ് ഉപയോഗിക്കുക. തേർഡ് ഓപ്ഷനിലുള്ള പ്രോസിക്യൂട്ടർ, പ്രോസിക്യൂട്ട് ചെയ്യുന്നയാൾ. നമ്മൾ പ്രോസിക്യൂഷൻ എന്ന് കോടതിയിൽ പറയാറുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂഷനായിട്ട് പ്രവർത്തിക്കുന്ന ആളിനെ പ്രോസിക്യൂട്ടർ എന്ന് പറയാം. സെക്കൻഡ് ഓപ്ഷൻ മീഡിയേറ്റർ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഓപ്ഷൻ സെമറിത്തൻ. സെമറിത്തൻ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മീനിങ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ എന്നൊന്ന് നോക്കുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. അതായത് സിമ്പതി അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുന്നയാളാണ് സെമറിത്തൻ. ഓക്കെ, ഈ വേർഡ് നിങ്ങളെ സംബന്ധിച്ച് അൺഫെമിലിയർ ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വേർഡ് നിങ്ങൾ നിങ്ങളുടെ കളക്ഷനിലേക്ക് ചേർക്കുക. ഞാനിവിടെ ആ വേർഡിനെ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എ സെമറിത്തൻ ഗേവ് us ഷെൽട്ടർ ഡ്യൂറിങ് ദ ഹെവി റെയിൻ ആൻഡ് ലൈറ്റ്നിങ്. ഇപ്പം ഹെവി റെയിൻ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ സഞ്ചരിക്കാനോ ഒക്കെ പ്രയാസമുള്ള ഒരു അവസ്ഥയായിരിക്കാം. ആ സമയത്ത് ഒരാൾ ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു എന്ന് പറയുമ്പോൾ ആ ആളെ നമുക്ക് എന്തായിട്ട് പറയാം? ആവശ്യക്കാരന് അഭയം കൊടുത്ത, സഹായം ആവശ്യമുള്ള ആൾക്ക് അത് ചെയ്തു കൊടുത്ത ഒരാളായിട്ട് പറയാം. എ സീക്രട്ട് പ്ലാൻ മെയ്ഡ് ടു ഡു സംതിങ് യൂഷ്വലി റോങ്. അതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ ചലഞ്ച്, സെക്കൻഡ് കോൺസ്പിറസി, തേർഡ് ഇൻഡോമിറ്റബിൾ, ഫോർത്ത് റിജ്യൂവനേഷൻ. റിജ്യൂവനേഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിസ്റ്റോറിങ് ദ വിഗർ ഓർ സ്ട്രെങ്ത്, അതായത് തളർന്നു പോയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ തളർച്ച മാറ്റി തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് വരുന്നു, റീസ്റ്റോർ ചെയ്യുന്നു, അല്ലെങ്കിൽ മാറ്റിയെടുക്കുന്നു, സ്വയം ഉയർത്തെഴുന്നേൽക്കുന്നു. അതൊക്കെയാണ് റിജ്യൂവനേഷൻ. ഇനി ഇൻഡോമിറ്റബിൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയാത്ത ഫിയർലെസ് സ്പിരിറ്റുള്ള ഒരാളിനെയാണ്. കോൺസ്പിറസി നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിനോടകം നിങ്ങൾക്ക് ആ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കോൺസ്പിറസി. കോൺസ്പിറസി എന്ന് പറയുമ്പോൾ ഒരു സീക്രട്ട് പ്ലാനാണ്. സീക്രട്ട് പ്ലാൻ എന്ന് പറയുമ്പോൾ ആരെയെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ റോങ് ആയ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്ലാൻ. അത്തരത്തിലുള്ള ഒരു സീക്രട്ട് പ്ലാനാണ് കോൺസ്പിറസി എന്ന് പറയുന്നത്. ഗൂഢാലോചന എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഗൂഢാലോചന പറയുന്നത് എപ്പോഴാണ്?
വെറും ആലോചനയല്ല, എന്തെങ്കിലും ഒരു നിഗൂഢമായ ഉദ്ദേശത്തോടു കൂടി അപകടപ്പെടുത്താനോ മറ്റോ ഉള്ള തീരുമാനത്തോടു കൂടിയിട്ടുള്ള ആലോചനയാണ്. ഓക്കെ. They were accused of conspiracy to commit murder. അപ്പം കൊലപാതകം ചെയ്യാനൊക്കെ ഗൂഢാലോചന നടത്തിയെന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ആ ഗൂഢാലോചനയാണ് കോൺസ്പിറസി എന്ന ടേം യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പം മേർഡർ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആലോചന എന്നുള്ള നിലയ്ക്കാണ് അവിടെ കോൺസ്പിറസിയെ യൂസ് ചെയ്തത്. ബീയിങ് കെയർഫുൾ ദാറ്റ് എവറി ഡീറ്റെയിൽ ഓഫ് സംതിങ് ഈസ് കറക്റ്റ്. അതാണ് നമുക്ക് അടുത്തതായിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കേണ്ട ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഫസ്റ്റ് ഓപ്ഷൻ കമ്പാഷനേറ്റ്, സെക്കൻഡ് റിഡിക്യുലസ്, തേർഡ് ഫാസ്റ്റിഡിയസ്, ഫോർ അഡ്ജസ്റ്റബിൾ. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നോക്കിയാൽ വളരെ കെയർഫുൾ ആണ്. അതായത് ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്, അത്രയും കെയർഫുള്ളായി അത് നോക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതെന്നെ എന്ത് പറയും? ഫസ്റ്റ് ഓപ്ഷൻ കമ്പാഷനേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്, നമ്മൾ പലതവണ ഇവിടെ സംസാരിച്ചിട്ടുള്ള ഒരു വേർഡാണ്. റിഡിക്യുലസ് ഫെമിലിയർ ആവും എന്ന് വിചാരിക്കുന്നു. ഫൂളിഷ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള വേർഡാണ്. ഫാസ്റ്റിഡിയസ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേക്കണം. അഡ്ജസ്റ്റബിൾ എന്നത് നിങ്ങൾക്കറിയാവുന്ന വേർഡാണ്. ഇപ്പോൾ ഇതിലെ വേർഡ്സ് നിങ്ങളൊന്ന് പരിചയപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 അല്ലേ, ഫാസ്റ്റിഡിയസ്. അതായത് കൃത്യമായി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക, അത്രയും കെയർഫുൾ ആയിരിക്കുക. ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ പറയുമ്പോൾ അതെല്ലാം കറക്റ്റാണ് എന്നുള്ള കാര്യത്തിൽ വളരെ ശ്രദ്ധ വയ്ക്കുക. ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്, അത്തരത്തിലുള്ളൊരു സ്വഭാവമുള്ള ആളിനെയാണ് നമ്മൾ ഫാസ്റ്റിഡിയസ് നേച്ചറുള്ള ആളെന്ന് പറയാം. ഷീ ഈസ് ഫാസ്റ്റിഡിയസ് അബൌട്ട് കീപ്പിംഗ് ദ ഹൗസ് ക്ലീൻ. അതായത് വീട് വൃത്തിയാക്കി എടുക്കുന്നതിൽ, വൃത്തിയായി വെക്കുന്നതിൽ ഫാസ്റ്റിഡിയസ് ആണെന്ന് പറഞ്ഞാൽ അത്രയും കെയർഫുൾ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ കറക്റ്റായി കീപ്പ് ചെയ്യുന്നതിൽ കെയർഫുൾ ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഏത് വിഷയത്തെ സംബന്ധിച്ചും അത്രയും കെയർഫുള്ളായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു അപ്രോച്ചിനെ നിങ്ങൾക്ക് ഫാസ്റ്റിഡിയസ് എന്ന് പറയാം. എ പേഴ്സൺ ഹൂ ഡ്രോസ് ഓർ പ്രൊഡ്യൂസസ് മാപ്സ്. അതായത് മാപ്പുകളോ മറ്റോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ വരയ്ക്കുന്ന ആളെ എന്ത് പറയും? ഫസ്റ്റ് ഓപ്ഷൻ കൊറിയോഗ്രാഫർ, അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സെക്കൻഡ് അഡ്ജുഡിക്കേറ്റർ. അഡ്ജുഡിക്കേറ്റർ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ടു ആക്ട് ആസ് എ ജഡ്ജ് എന്നുള്ളതാണ്, ഒരു ജഡ്ജായിട്ട് പ്രവർത്തിക്കുക. ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട്, അതായത് തർക്കം ഒക്കെയാണെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതിൽ ഒരു ജഡ്ജായി, അതിൻ്റെ ഒരു വിധി പ്രസ്താവിക്കുന്നതിൽ ഒരു ജഡ്ജായിട്ട് ആക്ട് ചെയ്യുക, അതിനെയൊക്കെ അഡ്ജുഡിക്കേഷൻ എന്ന് പറയാം. ബ്രോഡ്കാസ്റ്റർ, ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ഓഡിയോ ആയിട്ടുള്ള മീഡിയ, അതായത് റേഡിയോ, അതിലൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ബ്രോഡ്കാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പ്രക്ഷേപകൻ എന്ന രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുക മലയാളത്തിൽ. ഇനി കാർട്ടോഗ്രാഫർ എന്നുള്ള ഒരു ടേം ഉണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടാവും ഈ സമയത്തിനകത്ത്. കാർട്ടോഗ്രാഫിയാണ് ദ ആക്ട് ഓഫ് ഡ്രോയിങ് മാപ്സ് ഓർ പ്രൊഡ്യൂസിങ് മാപ്സ്. ദാറ്റ്സ് കോൾഡ് കാർട്ടോഗ്രാഫി ആൻഡ് ദ പേഴ്സൺ ഹു ഡൂസ് ഇറ്റ് ഇസ് കോൾഡ് കാർട്ടോഗ്രാഫർ. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 കാർട്ടോഗ്രാഫർ. അടുത്തത് കാർട്ടോഗ്രാഫർ എന്നതിനെ ഞാനൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ജെറാർഡസ് മെർക്കേറ്റർ ഇസ് നോൺ ആസ് ദ മോസ്റ്റ് ഫേമസ് കാർട്ടോഗ്രാഫർ. മോസ്റ്റ് ഫേമസ് കാർട്ടോഗ്രാഫറാണ് ജെറാർഡസ് മെർക്കേറ്റർ. അതുകൊണ്ടാണ് ആ കാർട്ടോഗ്രാഫർ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ അത് തന്നെ തിരഞ്ഞെടുത്തത്. ഓക്കെ. അടുത്തത് ദ ബോർഡ് വിൽ അഡ്ജുഡിക്കേറ്റ് ദ ക്ലെയിംസ് മെയ്ഡ് അഗെയിൻസ്റ്റ് ടീച്ചേഴ്സ്. ഇവിടെ അഡ്ജുഡിക്കേറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അഡ്ജുഡിക്കേറ്റ് എന്നുള്ളത് വേർബായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നു. ബോർഡ്
ടീച്ചേഴ്സിനെതിരെയുള്ള ക്ലെയിംസ് അഡ്ജുഡിക്കേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെതിരെ ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു വാദം വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം. അവിടെ ഒരു ബോർഡ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ജഡ്ജിൻ്റെ രീതിയിൽ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ദ ബോർഡ് വിൽ അഡ്ജുഡിക്കേറ്റ് എന്ന് യൂസ് ചെയ്തത്. ദ കേസ് വാസ് അഡ്ജുഡിക്കേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് കോർട്സ്. ഒരു കേസ് സ്റ്റേറ്റ് കോർട്സിൽ അഡ്ജുഡിക്കേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയും എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കേസിൽ ഒരു ജഡ്ജ് എന്ന രീതിയിൽ ആക്ട് ചെയ്തു, അല്ലെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ അതിനുവേണ്ടി ഒരു വിധി കൊടുക്കുന്ന രീതിയിൽ ആക്ട് ചെയ്തു എന്നുള്ള നിലയ്ക്കാണ് അഡ്ജുഡിക്കേറ്റ് എന്നുള്ള വേർഡ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ആനിമൽ ലിവിങ് ബോത്ത് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, അതാണ് അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടിനുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ ആംഫിബിയൻ, സെക്കൻഡ് മാമൽ, തേർഡ് സ്കാവെഞ്ചേഴ്സ്, ഫോർ മാരിനർ. ഇതിലെ ഫസ്റ്റ് ഓപ്ഷൻ ആംഫിബിയൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. മാമൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. സ്കാവെഞ്ചർ കുറച്ച് പേർക്ക് ഫെമിലിയർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിയാത്തവർക്ക് അതൊന്ന് സെർച്ച് ചെയ്യാം. മാരിനർ സെയിലറാണ്. ഓക്കെ, അതായത് കടലിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ് മാരിനർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ കിട്ടിക്കാണും. ഓപ്ഷൻ ഏതാ? എനി ആനിമൽ that lives both on land and water, that's called amphibian. Amphibian ആണ്, അതായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ. ഫ്രോഗ് ഈസ് ആൻ ആംഫിബിയൻ. നമുക്ക് ഫ്രോഗിൻ്റെ വേ ഓഫ് ലിവിങ് അറിയാവുന്നത് കൊണ്ടാണ് അതിനെ ആംഫിബിയൻ ആണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ അത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നു. ഇനി ദ ബെയർസ് സ്കാവെഞ്ച്ഡ് ദ വുഡ്സ് ഫോർ ഫുഡ്. ഇവിടെ സ്കാവെഞ്ച്ഡ് എന്ന് ഞാൻ വേർബായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്കാവെഞ്ചർ അതാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. സ്കാവെഞ്ചർ എന്ന് പറയുന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഈ ശവംതീനികളായിട്ടുള്ള മൃഗങ്ങളെ നമ്മൾ സ്കാവെഞ്ചേഴ്സ് എന്ന് പറയും. പിന്നെ ഈ ഗാർബേജ് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന, സ്ട്രീറ്റൊക്കെ ക്ലീൻ ചെയ്യുന്ന തൊഴിലാളികളെയും എന്ത് പറയും? സ്കാവെഞ്ചർ എന്ന് പറയും. ഇപ്പം ഇവിടെ മൂന്നാമത്തെ സെൻറ്റൻസിൽ ഹീസ് എംപ്ലോയിഡ് ടു സ്കാവെഞ്ച് ദ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു തൊഴിലാളിയായിട്ടാണ് ആ വേർബ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. തൊഴിലാളി ചെയ്യുന്ന പ്രവൃത്തി എന്ന രീതിയിലാണ് സ്കാവെഞ്ച് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. മീൻസ് ടു ക്ലീൻ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റിൽ നിന്ന് ഡേർട്ടൊക്കെ റിമൂവ് ചെയ്ത് സ്ട്രീറ്റിനെ ക്ലീൻ ചെയ്യുന്ന ആൾ, ആ തൊഴിൽ എന്ന രീതിയിലാണ് അവിടെ സ്കാവെഞ്ച് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. Something that is absolutely necessary that you cannot do without. ഏതെങ്കിലും ഒരു കാര്യം അത്രയും ആവശ്യമാണ്, അബ്സല്യൂട്ട്ലി നെസസറി ആണ്, അതില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിഷയത്തെ നിങ്ങൾ എന്ത് പറയും? ഫസ്റ്റ് ഓപ്ഷൻ സോൾവബിൾ, സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഇൻഡിസ്പെൻസബിൾ. ആ വേർഡ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കത് റിഫ്രഷ് ചെയ്യാം. തേർഡ് ഓപ്ഷൻ എക്സ്പ്ലിസിറ്റ്. എക്സ്പ്ലിസിറ്റ്, ഇംപ്ലിസിറ്റ് ഡിഫറൻസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള വേഗ്നെസ്സും ഇല്ലാതെ, എന്ന് വെച്ചാൽ ഒരു തരത്തിലും അവ്യക്തതയില്ലാതെ കൃത്യമായി റിവീൽ ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായും വ്യക്തമായും ഓപ്പണായും റിവീൽ ചെയ്യുന്നത്, അവ്യക്തതകൾ ഒന്നും തന്നെ ഇല്ല. അതിനെയാണ് എക്സ്പ്ലിസിറ്റ് എക്സ്പ്രഷൻസ് എന്ന് പറയുക. അങ്ങനെ അല്ലാതെ എന്തെങ്കിലും കുറച്ച് ആംബിഗ്വസ് ആയി കുറച്ച് കാര്യങ്ങളെ ഒന്ന് മറച്ചു പിടിച്ചുകൊണ്ടുള്ള എക്സ്പ്രഷൻ, അതിപ്പോൾ സംസാരിക്കുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും അതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് പറയും. നമ്മൾ പോംസ് അല്ലെങ്കിൽ ലിറ്റററി വർക്ക്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് പറയുമ്പോൾ എക്സ്പ്ലിസിറ്റ് മീനിങ്, ഇംപ്ലിസിറ്റ് മീനിങ് എന്ന് പറയാറുണ്ട്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ വളരെ ഓപ്പണായി റിവീൽഡ് ആയിരിക്കുന്നതാണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ ഇനർ മീനിങ് ആണ്. ഓക്കെ, ക്രെഡിബിൾ. ക്രെഡിബിൾ മീൻസ് ബിലീവബിൾ, വിശ്വാസയോഗ്യമായത് എന്നർത്ഥത്തിലാണ്. ഇപ്പോൾ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 2 അല്ലേ കിട്ടിയത്? ഇൻഡിസ്പെൻസിബിൾ. അത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അതായത്
സംതിങ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി നെസസറി, അത്രയും ആവശ്യമായതാണ്, അതില്ലാതെ കൂടില്ല. അതിനെയാണ് നമ്മൾ ഇൻഡിസ്പെൻസിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു വേർഡ്സും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ സിനോണിംസ് ആവും അതിൻ്റെ. അശോക് ഇസ് an indispensable member of the staff. ഇൻഡിസ്പെൻസിബിൾ മെമ്പർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാൾ അത്രയും അവിടെ നെസസറിയാണ്, അയാളില്ലാതെ കാര്യങ്ങൾ നടക്കില്ല. ദ സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്, ഇതൊരു ഈസി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലേ. ഓപ്ഷൻ 1 കോസ്മെറ്റോളജി. കോസ്മെറ്റോളജി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഈ സ്കിൻ, ഹെയർ, നെയിൽസ് ഇവയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതിനെയാണ് കോസ്മെറ്റോളജി എന്ന് പറയാം അല്ലേ. സെക്കൻഡ് ക്രിമിനോളജി, ക്രൈംസുമായി ബന്ധപ്പെട്ട ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. തേർഡ് ആന്ത്രോപോളജി, നിങ്ങൾക്കിപ്പോൾ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ഏതാ? ദ സ്റ്റഡി ഓഫ് ഇവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് ഇസ് കോൾഡ് ആന്ത്രോപോളജി. ഇനി ഫോർത്ത് ഓപ്ഷനിൽ ഓൺകോളജി ഉണ്ട്. ഓൺകോളജി എന്ന് പറയുമ്പോൾ അത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഭാഗമാണ്. ഓക്കെ, ഇനി അടുത്തത് പേഴ്സൺ ഹു ബിട്രേസ് ഹിസ് ഓൺ കൺട്രി. സ്വന്തം രാജ്യത്തെ തന്നെ ചതിക്കുന്ന അല്ലെങ്കിൽ ഒറ്റുകൊടുക്കുന്ന ഒരാളെ എന്തു പറയും? ഫസ്റ്റ് ഓപ്ഷൻ കെയർ ടേക്കർ, സെക്കൻഡ് മിക്കേസ് ക്യൂറി, തേർഡ് കൺഫെസർ, ഫോർ ട്രേറ്റർ. ഇതിലെ കെയർ ടേക്കർ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കണ്ടിട്ടുള്ള വേർഡായിരിക്കും. മിക്കേസ് ക്യൂറി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ കോടതിക്ക് പുറത്തുള്ള ഒരു ആളാണ്, അതൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം. അവരെന്ത് ചെയ്യുന്നു? ഒരു കേസിൽ കോടതിക്ക് വേണ്ട ഇൻഫർമേഷനോ അല്ലെങ്കിൽ സഹായമോ കൊടുക്കുന്നു. ആ ആള് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ കേസിൽ ഒരു ഏജൻ്റ് അല്ല, അല്ലെങ്കിൽ കേസിൽ ഒരു കക്ഷിയല്ല. ഓക്കെ, പക്ഷേ കേസിൽ കോടതിയെ ഒരു തീരുമാനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒരു ആളാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്ന അർത്ഥത്തിൽ പറയുന്ന മിക്കേസ് ക്യൂറി. കൺഫെസർ എന്ന് പറയുമ്പോൾ കൺഫെഷൻ ചെയ്യുന്നയാൾ, ഓക്കെ, അല്ലെങ്കിൽ കൺഫെഷൻ കേൾക്കുന്നയാൾ. ഇപ്പം കുമ്പസാരം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അത് ചെയ്യുന്ന ആളിനെയും അത് കേൾക്കുന്ന ആളിനെയും നമുക്ക് കൺഫെസർ എന്ന് പറയാം. ട്രേറ്റർ, ട്രേറ്റർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ സമയത്തിനകത്ത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സുമായിട്ട് അതിനെ കണക്ട് ചെയ്യാമോ എന്നൊന്ന് നോക്കിക്കേ. ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ കെയർ ടേക്കർ എന്നതിൻ്റെ മീനിങ് പറഞ്ഞില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാനാണ് പറഞ്ഞത്. കെയർ ടേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ സംതിങ് അതിനെ കെയർ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റെടുത്ത് നിൽക്കുന്ന, അത് ചെയ്യുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ ഓണറുടെ അഭാവത്തിൽ അതിനെ എന്ത് ചെയ്യുന്നു? മറ്റൊരാൾ കെയർ ടേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നോക്കി നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ട്രേറ്റർ. ട്രേറ്റർ ഇസ് എ പേഴ്സൺ ഹു ബിട്രേസ് വൺസ് ഓൺ കൺട്രി. സ്വന്തം രാജ്യത്തെ വഞ്ചിക്കുന്ന, ചതിക്കുന്ന, ഒറ്റുകൊടുക്കുന്ന ഒരാളിനെയാണ് നമ്മൾ ട്രേറ്റർ എന്ന് പറയാം. ആ ഒരു ചെയ്യുന്ന കാര്യത്തെ ബിട്രയൽ എന്നും പറയും. The military officer was a traitor who revealed military secrets to the enemy. ഇപ്പോൾ ഒരു മിലിറ്ററി ഓഫീസറെ ഞാൻ ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അയാൾ എനിമിക്ക് സീക്രട്സ് റിവീൽ ചെയ്തു കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ വന്നാൽ സ്വന്തം രാജ്യത്തെ ചതിക്കുന്നതാണത്. അതുകൊണ്ടാണ് അയാളെ ട്രേറ്റർ എന്ന് വിളിച്ചത്. ഇന്നത്തെ സെഷനിലെ ഏറ്റവും ലാസ്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഹാവിങ് എ കൺസിസ്റ്റൻസി ദാറ്റ് ഡസ് നോട്ട് yield ടു പ്രഷർ. ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയി നിൽക്കുക. എന്ത് പ്രഷർ വന്നാലും അതിൽ നിന്ന് എന്ത് ചെയ്യില്ല? പിന്മാറില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മാറ്റത്തിനും വിധേയമാവില്ല. ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്വാളിറ്റി, അതിനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ 1 ഫേം, 2 ഡയറിങ്. ഡയറിങ് എന്നുള്ള വേർഡ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫേം നിങ്ങൾക്ക് അറിയാവുന്ന വേർഡാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡയറിങ് എന്ന് പറയുമ്പോൾ അത്രയും ബോൾഡ്, അഡ്വഞ്ചറസ്,
എന്ത് അഡ്വഞ്ചറും ചെയ്യത്തക്ക രീതിയിൽ ബോൾഡായിട്ടുള്ള ഒരു നേച്ചറാണ് ഡെയറിങ് നേച്ചർ. ഓക്കെ. തേർഡ്, വെർച്വസ്, നന്മ, അതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. 4, urgent. ഇപ്പോൾ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ഏതാ? ഫേം അല്ലേ? എന്തുകൊണ്ടാണ് ഫേം കറക്റ്റ് ഓപ്ഷൻ ആയത്? ഒരു കൺസിസ്റ്റൻ്റ് ആയ സ്വഭാവത്തെയാണ് പറയുന്നത്. അതായത് പുറത്തുനിന്ന് എന്തൊക്കെ പ്രഷർ ഉണ്ടായാലും എന്തെല്ലാം സംഭവിച്ചാലും ഒരു കാര്യത്തിൽ ഉറച്ചു മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവം, കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവം, അതിനെ നമുക്ക് ഫേംനെസ് എന്ന് പറയാം. ഓക്കെ. ഇപ്പം ഡെയറിങ് വരുമോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ഡെയറിങ് എന്ന് പറയുമ്പോൾ ബോൾഡ്നെസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു തരം അഡ്വഞ്ചറസ്ലി ബോൾഡ്, ഈവൻ ഒരു കാര്യത്തിന് വേണ്ടി എടുത്തു ചാടാൻ, എന്ത് റിസ്ക്കും എടുക്കാനൊക്കെ തയ്യാറായിട്ടുള്ള സാഹസികമായിട്ടുള്ളൊരു സ്വഭാവത്തെയാണ് അവിടെ ഡെയറിങ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഫേംനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹസികതയല്ല, ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുക, അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സ്വഭാവത്തെയാണ് ഫേംനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദ ചിൽഡ്രൻ നീഡ് ജെൻറ്റിൽ ബട്ട് ഫേം ഹാൻഡ്ലിങ്. കുട്ടികളെ നമ്മൾ ജെൻറ്റിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം, അതേസമയം അത് ഫേം ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നോ അത് കൺസിസ്റ്റൻ്റ് ആയി തന്നെ കൊണ്ടുപോകണം. ആ അർത്ഥത്തിലാണ് ഫേം ഹാൻഡ്ലിംഗ് എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 20 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്തു. ഇതിലെവിടെയെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. നമുക്കത് പിന്നീട് വരുന്ന ക്ലാസ്സുകളിലോ മറ്റോ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ തന്നെ അത് ഞാൻ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ. താങ്ക് യു സോ മച്ച്.